ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ ജസ്റ്റ് എണീറ്റു ഗൈസ്. നമ്മൾ ഇപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്ക് നമ്മൾ എണീറ്റു. അപ്പോൾ പുറത്ത് നല്ല തണുപ്പാണ്. നമുക്ക് 3 മണിയാകുമ്പോൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഫ്രഷ് ആവുന്ന ടൈമുണ്ട്. 2:30 ഫ്രഷ് ആയിട്ട് നമ്മൾ ഡൈനിങ്ങിൽ ചെല്ലണം. നമുക്ക് ചായ തരും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണം. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാലിലിടാൻ നമുക്ക് ജസ്റ്റ് സ്പൈക്സ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. പിന്നെ ഗെറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളെ മഞ്ഞ് നമ്മുടെ ഷൂവിൻ്റെ ഇടയിൽ പോകാതിരിക്കാൻ അതിട്ടിട്ടായിരിക്കും നമ്മളിന്ന് ട്രക്ക് ചെയ്യണേ. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ട്രക്കിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കേരള പീക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഓരോ ഇരുട്ടായതുകൊണ്ട് എല്ലാവർക്കും ഫേസ് ഒന്നും ക്ലിയർ അല്ല. ഓരോരുത്തർ വരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ട്സ്, നമ്മളത് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രക്കാണ്. ഇപ്പോഴത്തെ സമയം 4:45. നമ്മൾ ഇപ്പോഴാണ് പീക്ക് എത്താറായത്. ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ ഇവിടെ നിന്ന്. നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുള്ള് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രക്ക് ചെയ്ത് വന്ന വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കുറച്ച് സൺലൈറ്റൊക്കെ വന്നത്. അതുപോലെ തന്നെ ട്രക്കിങ് നല്ല പാടായിരുന്നു കേട്ടോ. ഒട്ടുക്കത്തെ തണുപ്പ്, അതുകൂടാതെ നല്ല കാറ്റും കുത്തനെയുള്ള കയറ്റവും നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ടീ ഷോപ്പിലിരുന്ന് ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ തന്നെ പീക്ക് എത്താറായി. ഒരു 10 മിനിറ്റിലെത്തും. അടിപൊളിയായിരുന്നു ഗൈസ്. ഫൈനലി നമ്മൾ കേന്ദ്രകണ്ഠയുടെ ടോപ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്താ മനോഹരമായ വ്യൂ ആണ്. നോക്കിയേ, അവിടെ ഒരു അമ്പലം പോലെ ഒരു ഇതുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എന്താ നമുക്കും ഒരു സന്തോഷം. തീർച്ചയായും ഇവിടെ ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് എന്താ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 1, 2, 3 ദിവസമൊക്കെ ട്രക്കൊക്കെ ചെയ്ത് ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് എത്തിയതിൻ്റെ റിസൾട്ടാണിത് ഗൈസ്. എന്തായാലും ഒരു രക്ഷയില്ല. ഇന്നത്തെ ട്രക്കിങ് ഇത്തിരി അടിഞ്ഞു വരുന്നു. കാരണം നല്ല തണുപ്പും കാറ്റും മഞ്ഞുമൊക്കെ വേണ്ടേ, ഒരു രക്ഷ ഉണ്ടായില്ല. ഓക്കെ ഗൈസ്. ഓ, എന്തു പറയാനാ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, നമ്മളപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തു നമ്മുടെ കേന്ദ്രകണ്ഠ പീക്കിൽ. യാത്രയൊക്കെ കുറച്ച് ഇന്നത്തെ ട്രക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. മഞ്ഞുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. എന്തായാലും വി ഹാഡ് ഡൺ ദ സബ്മിറ്റ്. എല്ലാവരും തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് വീട്ടിലൊക്കെ കാറ്റടിച്ച് ചെവിടൊക്കെ മരവിപ്പിക്കാണ്ട് മരവിച്ചിരിക്കുകയാണ്. നോക്കിയേ, ഈ ഒരു വ്യൂ നോക്കിയേ. ഓ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ, നമുക്ക് സൺറൈസൊന്നും കിട്ടി. നല്ല അടിപൊളി സൺറൈസും കിട്ടി. അപ്പോൾ ഇതുപോലൊരു സൺറൈസ് ആദ്യമായിട്ടാണ്. എന്തായാലും അതിമനോഹരമായിരുന്നു ഗൈസ്. നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പോഴും. നമുക്ക് കൈയും കാലൊക്കെ മരവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യനൊന്നും വന്നല്ലോ, കുറച്ചുകൂടെ ഇത്തിരി കഴിയുമ്പോഴേക്കും വാങ്ങുമായിരിക്കും. നമ്മുടെ കൂടെ വന്നവരാണ്. നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരും കൂടെ എത്താനുണ്ട്. അവരെത്തിയിട്ടില്ല. ഫ്രണ്ട്സ്, ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു അരമണിക്കൂറോളമായി. അപ്പോൾ നമ്മളെ കൂടെ വന്ന കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവരോട് വന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പോകാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. വേറൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. എൻ്റെ കാലൊക്കെ നല്ല രീതിയിൽ മരവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എല്ലാവരും വന്നാലേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരിനിയും കുറേ നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യില്ല, ഞാൻ ഇറങ്ങും. കാരണം തണുപ്പ് നല്ല എക്സ്ട്രീമാണ്. അളിയാ, തണുപ്പ് എങ്ങനെ ഉണ്ട് അളിയാ? മരവിച്ചിരിക്കല്ലേ, തീർന്ന്. കണ്ടു വാഗപ്പൂവിൻ കൂട, കണ്ടു മണിയിലൻ
ചുവപ്പുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. ഏഹേ കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര. മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനും നാനും നാനാനേ, ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനും നാനും നാനാനേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് Himalayan camping Himalayan camping Himalayan. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന എല്ലാവരും സബ്മിറ്റ് ചെയ്തോട്ടാ. അപ്പോൾ എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് പറയും. डन होगा केदारकांठा समिट. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്രയും ഹൈറ്റില്? അതെ, 12,500 ഫീറ്റിലേക്ക് ഇടയ്ക്കിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് അപ്പോൾ ഇവർക്ക് ആദ്യം ഒരു താങ്ക്സ്. നമ്മളെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത് ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരില്ലേ നോക്കുന്നത്. നിങ്ങൾക്കും അതേപോലെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം കറക്റ്റ് സമയത്തിലൂടെ എത്താൻ പറ്റുന്നുണ്ട്. थैंक यू ब्रो. അപ്പോൾ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ടീംസും ഉണ്ട് ഇവിടെ, എല്ലാവരും സബ്മിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗായ്സ്. ഗായ്സ്, നിങ്ങൾക്കിത് കാണാൻ പറ്റണമെന്ന് അറിയില്ല. നോക്കി, ഇവിടെ നല്ല കാറ്റുണ്ട്. കാറ്റത്ത് ഇവിടെ മഞ്ഞിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൗണ്ടൈൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് നിൽക്കാനുള്ള കാറ്റത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല ആവശ്യത്തിൽ. ഇനി നമുക്ക് ഇറക്കത്തിൽ എളുപ്പമാണ്, സ്ലൈഡ് ചെയ്ത് ഇറങ്ങാം. ഓ, हेलो गाइस, कैसे हो? हाउ आर यू? कैसा लगा केदारकांठा? अच्छा, बहुत अच्छा है, बहुत कैसा है? अच्छा ट्रैक है, बहुत अच्छा ट्रैक है. अच्छा ट्रैक है. थैंक यू. कैसा ट्रैक है? आप तो बता रहे थे पहले कैसा ट्रैक है. पहले बहुत अच्छा ट्रैक है. अभी अच्छा ट्रैक लग रहा है. मुश्किल है ना? हाँ, बड़ा मुश्किल है. मुश्किल है. अच्छा है, बिल्कुल फ्रेश. तो गाइस देख सकते हैं केदारकांठा ट्रैक है. इस माउंटेन, ऑल माउंटेन एंड सरगारानी, ब्लैक पीक, रूपी, बाली पास, देवक्यार, बरारसर, विजय टॉप, चांगशिल घाटी, सब कुछ यहाँ से दिख रहा है. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രക്കൊക്കെ കഴിഞ്ഞതേ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്ത് മനോഹരമായ മഞ്ഞുമലയാണ്. നോക്കി, കേദാർനാഥ് ഇഷ്ടം പോലെ മലകളുണ്ട് ഇതുപോലെ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 1 hour നമ്മൾ ബേസ് ക്യാമ്പിലെത്തും. അവിടെ ഇത്രയും റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ സാങ്കരി വില്ലയിലോട്ട് പോകും. അവിടെ നിന്ന് വൈകുന്നേരം നമുക്കൊരു ബസ് ഉണ്ട്, അവിടെ നിന്ന് ഡെറാഡൂൺ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ശരിക്കും നമുക്കിവിടെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാം. നമ്മളത് ചെയ്യുന്നില്ല, കാരണം ഒരു ദിവസം കൂടുതൽ കിട്ടാനായിട്ട്. പിന്നെ ഈ കേദാർനാഥ് എക്സ്പെഡിഷൻ അതിമനോഹരമായിരുന്നു. നമുക്ക് ഫുൾ ഹാപ്പിനെസ് ആയിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എങ്ങനെ എത്തിപ്പെടാം, ഏതൊക്കെ പാക്കേജ് എടുക്കാം, ഞാനതെല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് താങ്ക് യു. നമ്മൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ സ്റ്റോറേജ് തീരാറായി, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ താങ്ക് യു ഫോർ വാച്ചിങ്.